break. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് ഒരു അംബ്രല്ലയാണ്. അംബ്രല്ല വരയ്ക്കാനായിട്ട് കുറച്ച് പേപ്പറും കുറച്ച് കളർ പെൻസിൽസും മാത്രം മതി. അപ്പോൾ ഞാൻ കൂടുതൽ സമയം സംസാരിച്ച് കളയുന്നില്ല, വീഡിയോയിലേക്ക് പോവാണ്. നിങ്ങൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു റാ ഷേപ്പ് വരയ്ക്കണം. റാ ഷേപ്പ് എന്ന് പറയുമ്പോൾ കറക്റ്റ് റാ അല്ല, കുറച്ചിങ്ങനെ വീതിയിൽ ഇങ്ങനെ വായൊക്കെ നമ്മളിങ്ങനെ തുറന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ കൂട്ടുവായിടുമ്പോഴൊക്കെ നമ്മുടെ വായൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ, അതേപോലത്തെ ഒരു വലിയൊരു റാ ഷേപ്പ് വരയ്ക്കണം. ഞാനിവിടെ വരയ്ക്കുന്നത് വലിയ അംബ്രല്ലയാണ് കേട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള അംബ്രല്ലയാണ്. ഇനി നമുക്കതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു പോയിന്റ് ഇട്ട് ഒരു ഡോട്ട് ഇട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കതിനെ വീണ്ടും രണ്ടാക്കാം. ഈ രണ്ടാക്കിയതിനെ നമുക്ക് വീണ്ടും രണ്ടാക്കാം. അങ്ങനെ ഇതിനിടയിലൊക്കെ ഓരോരോ ഡോട്ട് വെച്ചിട്ട് നമുക്കിതിനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഈക്വൽ സ്പേസ്, ഈക്വലായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം കണക്കാണ്, കറക്റ്റ് ആക്യുറേറ്റ് ഒന്നുമല്ല. ഇതുപോലെ കേർവ്ഡ് ലൈൻസ് വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരു ജെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ പതിയെ താഴോട്ട് വന്ന് അതിനെ നമ്മളൊരു ജെ ആക്കി. ഇനി ഒരു ജെ ഷേപ്പ് കൂടെ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ജെ ഷേപ്പ് കൂടെ ഇതുപോലെ വരച്ചെടുക്കാം. വരച്ചല്ലോ അല്ലേ? ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ നിന്നും ഈ സെൻറ്ററിൽ ഡോട്ട് ഇട്ടിട്ടുണ്ടല്ലോ മുകളിൽ, അവിടെ വരെ ഒരു കേർവ്ഡ് ലൈൻ കൊണ്ട് നമുക്ക് യോജിപ്പിക്കാം. ഈ രണ്ട് പോയിൻറ്റ്സിനെയും ഒരു കേർവ്ഡ് ലൈൻ ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. കണ്ടില്ലേ? ഇവിടെ കുറച്ച് സ്പേസ് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട്. അവസാനം നിങ്ങൾക്ക് വെറുതെ ഒരേപോലത്തേതാക്കാം. പിന്നെ താഴെ നമ്മൾ ചെറിയ ചെറിയ മുത്തുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ മുത്തുകൾ നിങ്ങൾ ശരിക്കും കുഞ്ഞു സർക്കിൾസായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം. സർക്കിൾ, സർക്കിൾ. ഓക്കെ, വരച്ചല്ലോ അല്ലേ? ഇനി നമുക്ക് വായ വരച്ചു കൊടുക്കാം. നല്ല ചിരിക്കുന്ന പോലത്തെ വായയാണ് വരയ്ക്കുന്നത്. കണ്ണിൻ്റെ കൃഷ്ണമണികൾ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞു റാ ഷേപ്പ് കൊണ്ട് നമ്മുടെ കുടയിലൊക്കെ കാണാറില്ലേ, ചെവി പോലെ, അപ്പോൾ അതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഈ അംബ്രല്ലയെ. ഇനി കൺപീലികൾ വരച്ചു കൊടുക്കാം. കണ്ണിന് കളർ കൊടുക്കുന്നുണ്ട്.
പിന്നെ വായയിൽ നാക്കും കൂടെ കൊടുത്തിട്ട് ബാക്കി ഭാഗം കളർ കൊടുക്കാം. ഓക്കെ, വരച്ചോ? ഓക്കെ. അടുത്തതായിട്ട് നമ്മുടെ ഈ പിടി ഉണ്ടല്ലോ, അതിനും കൂടെ ഇവിടെ ഒരു കുഞ്ഞു ലൈൻ വെച്ചിട്ട് യോജിപ്പിച്ച് ഒരു പിടി പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ കൊടുക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് കൊടുക്കുന്നത് പിങ്ക് കളറാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കൊടുക്കുന്നത് പിങ്ക് കളറാണ്. ഇതുപോലെ പതിയെ പുറത്തൊന്നും ആകാതെ വേണം കൊടുക്കാൻ കേട്ടോ. അടുത്തതായിട്ട് പർപ്പിൾ വയലറ്റ് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ വരയ്ക്കാം കേട്ടോ. ഞാനിത് സ്പീഡാക്കുന്നില്ല വീഡിയോ. ഇനി അടുത്തതായിട്ട് ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ ആണ് കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡാർക്ക് ബ്ലൂ കൊടുക്കാം. നെക്സ്റ്റ് ഗ്രീൻ കൊടുക്കാം, ലൈറ്റ് ഗ്രീൻ കൊടുക്കാം. ഞാൻ ഡാർക്ക് ബ്ലൂ കൊടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഔട്ട്ലൈൻ സ്കെച്ച് വരച്ചിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ കൊണ്ടാണ്. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ കൊടുക്കാം. നെക്സ്റ്റ് ഓക്കെ, കളർ കൊടുത്തല്ലോ അല്ലേ. ഇനി നെക്സ്റ്റ് യെല്ലോ കൊടുക്കാം. യെല്ലോ കളറാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഓറഞ്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. ഇതേപോലെ സെയിം കളർ തന്നെ കൊടുക്കണമെന്നില്ല. എന്തായാലും ഞാൻ വരച്ച് തീരുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിലും ഇതുപോലെ ഒരു ഭംഗിയുള്ള അംബ്രല്ല ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പാരൻസിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ കാണിച്ചു കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് റെഡാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ അംബ്രല്ലയ്ക്ക് മൊത്തം കളർ കൊടുത്തിട്ടുണ്ട്. ചെവിയും പിടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഒരു കുഞ്ഞു ട്രയാങ്കിൾ ഷേപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അംബ്രല്ല ഈസ് റെഡി. ഇനി നമുക്ക് ഈ അംബ്രല്ലയെ കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാം. കുറച്ച് നമുക്ക് മേഘവും മഴയും ഒക്കെ വരച്ചു കൊടുക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് കുറച്ച് മേഘം വരച്ചു കൊടുക്കാം. മേഘം വരയ്ക്കാനായിട്ട് ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബ്ലൂ കളർ വെച്ചിട്ട് ഇതുപോലെ കേർവ്ഡ് ലൈൻസ് കൊണ്ട് മേഘം വരയ്ക്കാം. ഈസി അല്ലേ? ഇതുപോലെ ഒരു മേഘം കൂടെ വരച്ചു കൊടുക്കാം. വരച്ചോ? ഓക്കെ. ഇനി മേഘത്തിന് കളർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. പുറത്തൊന്നും ആകാതെ വേണം കളർ ഫില്ല് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അംബ്രല്ല മാത്രം വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഒത്തിരി കൂടെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ പേജ് മൊത്തം കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ കുറച്ച് മേഘവും ഇതുമായിട്ട് കുടയുമായിട്ട് ബന്ധപ്പെട്ട്
മേഘവും മഴയും ഒക്കെ വരച്ചു കൊടുക്കാം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. ഇനി നമുക്ക് മഴ വരയ്ക്കാം. മഴ വരയ്ക്കാനായിട്ട് ലൈറ്റ് ബ്ലൂ കൊണ്ട് ഇതുപോലെ ചരിഞ്ഞ വരകൾ, ഡോട്ടഡ് ലൈൻസ്, ഡോട്ടഡ് അല്ല ഡാഷ്ഡ് ലൈൻസ് വരയ്ക്കാം. ഇതുപോലെ പതിയെ വരച്ചെടുക്കണം. അപ്പോൾ ഒരേപോലെ നിങ്ങൾക്ക് ഈ പേജ് മുഴുവനും ഇതുപോലെ ചരിഞ്ഞ വരകൾ വച്ചിട്ട് മഴ വരയ്ക്കാം. മഴ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഴ ഇങ്ങനെ കാറ്റൊക്കെ വീശുമ്പോൾ മഴ ഇങ്ങനെ ഇതുപോലെ ചെരിഞ്ഞാണ് പെയ്യുന്നത്. ശരിക്കും മഴ പെയ്യാന്ന് വെച്ചാൽ മുകളിൽ നിന്ന് നേരെ താഴെയായിരിക്കും പെയ്യുക, വീഴണത്, വെള്ളത്തുള്ളികൾ വീഴണത്. പക്ഷേ ഇത്തിരി കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചരിഞ്ഞായിരിക്കും മഴത്തുള്ളികൾ വീഴുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പേജിൽ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഇത്തിരി സ്പീഡാക്കുന്നുണ്ട്. ഇത് മുഴുവൻ വരച്ചെടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ്. സോ ഞാനിത് മൊത്തം ഇതുപോലെ വരച്ചെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. മഴയുടെ ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. കുടയുടെ ആ സൈഡിൽ വരുമ്പോൾ മഴത്തുള്ളികൾ ചരിഞ്ഞല്ല വരയ്ക്കുന്നത്, നേരെ വെർട്ടിക്കലായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഏകദേശം ഫിനിഷ് ആവാറായിട്ടുണ്ട്. വരച്ചോ? ഇത്രയും വരച്ചോ നിങ്ങൾ? ഇത്രയും വരച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തരികയാണ് ഞാൻ. ബിക്കോസ് ഇത്രയും വരച്ചെടുക്കാൻ തന്നെ നല്ല ക്ഷമ വേണം. അപ്പോൾ അതേ ഇതുപോലെ മുഴുവൻ വരച്ച് തീരാറായിട്ടുണ്ട്. ഈ കുടയുള്ള ഭാഗങ്ങളിൽ ഈ മഴത്തുള്ളികൾ വരച്ചിട്ടില്ല. വരച്ചോ എല്ലാവരും? നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് നിങ്ങളുടെ പാരൻസിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കാണിച്ചു കൊടുക്കാം. ഒക്കെ നിങ്ങൾക്കൊപ്പം അവർക്കും കൂടെ വരയ്ക്കണമെങ്കിൽ ഇതേ എൻ്റെ ചാനൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ. See you in the next video. Bye bye.